ജീവധാര ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. എങ്ങും പുകഴ്ത്തുവിൻ സുവിശേഷം ഹാ മംഗള ജയ ജയ സന്ദേശം. എങ്ങും പുകഴ്ത്തുവിൻ സുവിശേഷം ഹാ മംഗള ജയ ജയ സന്ദേശം. അജ്ഞാനാന്ധതയാകെ അകറ്റും വിജ്ഞാന കതിർ വീശും. അജ്ഞാനാന്ധതയാകെ അകറ്റും വിജ്ഞാന കതിർ വീശും. വേദാന്ത പൊരുൾ സുവിശേഷം ആ മംഗള ജയ ജയ സന്ദേശം. വേദാന്ത പൊരുൾ സുവിശേഷം ആ മംഗള ജയ ജയ സന്ദേശം. എങ്ങും പുകഴ്ത്തുവിൻ സുവിശേഷം ആ മംഗള ജയ ജയ സന്ദേശം. കൃപയാലേതൊരു പാതകനെയും പാവനശോഭിതനാക്കും. കൃപയാലേതൊരു പാതകനെയും പാവനശോഭിതനാക്കും. പാപനിവാരണ സുവിശേഷം ആ മംഗള ജയ ജയ സന്ദേശം. പാപനിവാരണ സുവിശേഷം ആ മംഗള ജയ ജയ സന്ദേശം. എങ്ങും പുകഴ്ത്തുവിൻ സുവിശേഷം ആ മംഗള ജയ ജയ സന്ദേശം. നശിക്കും ലൗകിക ജനത്തിനു ഹീനം നമുക്കോ ദൈവിക ജ്ഞാനം. നശിക്കും ലൗകിക ജനത്തിനു ഹീനം നമുക്കോ ദൈവിക ജ്ഞാനം. കുരിശിൻ വചനം സുവിശേഷം ആ മംഗള ജയ ജയ സന്ദേശം. കുരിശിൻ വചനം സുവിശേഷം ആ മംഗള ജയ ജയ സന്ദേശം. എങ്ങും പുകഴ്ത്തുവിൻ സുവിശേഷം ആ മംഗള ജയ ജയ സന്ദേശം. നരഭോജികളെ
വിമല മനോഹര സുവിശേഷം മംഗള ജയ ജയ സന്ദേശം. വിമല മനോഹര സുവിശേഷം മംഗള ജയ ജയ സന്ദേശം. എങ്ങും പുകഴ്ത്തുവിൻ സുവിശേഷം മംഗള ജയ ജയ സന്ദേശം. എങ്ങും പുകഴ്ത്തുവിൻ സുവിശേഷം മംഗള ജയ ജയ സന്ദേശം. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകാനായിട്ട്. യേശുക്രിസ്തുവിൻ്റെ തിരുവചനത്തിൻ്റെ കീഴിലായിരിക്കാൻ ഒരവസരം കൂടി കർത്താവ് നമുക്ക് തന്നിരിക്കുന്നു. ദൈവത്തെ നമുക്ക് സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. ദൈവത്തിന് സ്തോത്രം. ഇന്നത്തെ അല്പസമയത്ത് ചിന്തയ്ക്കായിട്ട് നമുക്ക് അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. ആകയാൽ നിങ്ങൾ കർത്താവായ ക്രിസ്തുയേശുവിനെ കൈക്കൊണ്ടതുപോലെ അവൻ്റെ കൂട്ടായ്മയിൽ നടപ്പീൻ. അപ്പോസ്തലനായ പൗലോസ് 1-ാമത്തെ കാരാഗ്രഹവാസകാലത്ത് എഴുതിയ 2-ാമത്തെ ലേഖനമാണ് കൊലോസ്യ ലേഖനം. പ്രധാനമായും ഈ ലേഖനം ദൈവമക്കൾക്ക് എഴുതിയതിൻ്റെ ഉദ്ദേശം എക്കാലത്തും സഭകളിൽ നുഴഞ്ഞു വരുന്ന ദുരുപദേശങ്ങൾ, ദുരുപദേഷ്ടാക്കന്മാർ, അതിനെല്ലാം അടിച്ചമർത്തുവാനുള്ള, മാത്രമല്ല യേശുക്രിസ്തുവാണ് എല്ലാത്തിലും വലുത്, എല്ലാത്തിലും ഉയർന്നു നിൽക്കുന്നതെന്ന് അപ്പോസ്തലൻ ഈ ലേഖനത്തിൽ തെളിയിച്ചിരിക്കുകയാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. മനുഷ്യൻ്റെ മരണത്തിന് വേണ്ടി ഒരുങ്ങുക. ദൈവവചനം മനുഷ്യന് തന്നിരിക്കുന്നതിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം നാം യേശുക്രിസ്തുവിൻ്റെ വേല ചെയ്യുക, ക്രിസ്തുവിനെ മറ്റുള്ളവരുടെ മുമ്പിൽ പരിചയപ്പെടുത്തി കൊടുക്കുക. മാത്രമല്ല നാം ക്രിസ്തുവിൻ്റെ മക്കളായി ഭൂമിയിൽ ജീവിക്കുക, ക്രിസ്തുവിനോട് കൂടെ ജീവിച്ച് ക്രിസ്തുവിൻ്റെ വേല ചെയ്ത് ക്രിസ്തുവിൻ്റെ രാജ്യത്തിന് വേണ്ടി നാം ഒരുങ്ങിയിരിക്കുന്നവരായി തീരണം. അതാണ് ഈ തിരുവചനം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ദൈവത്തിൻ്റെ സ്തോത്രം. മനുഷ്യൻ തൻ്റെ ശാശ്വത ഭവനത്തിലേക്ക് പോകുന്നതാണ് മരണം. മരണം എന്താണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം, മനുഷ്യനെ പിന്നെ ഈ ഭൂമിയിൽ നാം ആരും കാണുന്നില്ല. നാളുകൾ കഴിയുമ്പോൾ അവരുടെ ഓർമ്മ വരെയും പലപ്പോഴും നമ്മിൽ നിന്ന് മാഞ്ഞു പോകുന്നു. എന്നാൽ ഭക്തനായ ദേവദാസൻ പറഞ്ഞിരിക്കുകയാണ്, മനുഷ്യൻ തൻ്റെ ശാശ്വത ഭവനത്തിലേക്ക് പോകുന്നതാണ് മരണമെന്ന്. ഒരു ഭക്തനായ ദേവദാസൻ പറഞ്ഞിട്ടുണ്ട്, മരണമൊഴികെ മറ്റെല്ലാത്തിനും മനുഷ്യ ജീവിതത്തിൽ പ്രതിവിധിയുണ്ട് എന്ന്. മരണമൊഴികെ എല്ലാ കാര്യങ്ങൾക്കും പ്രതിവിധിയുണ്ട് എന്ന്. ഈ ലോകത്തിൽ ജീവിക്കുന്ന മനുഷ്യന് മരണത്തിന് മാത്രം ഇന്നുവരെയും ഒരു മാറ്റം വരുത്തുവാനോ അവധി വയ്ക്കുവാനോ അത് വേണ്ട എന്ന് പറയുവാനോ ആർക്കും കഴിഞ്ഞിട്ടില്ല. മനുഷ്യൻ തൻ്റെ ശാശ്വത ഭവനത്തിലേക്ക് പോകുന്നതാണ് മരണം. മരണമൊഴികെ മറ്റെല്ലാ കാര്യങ്ങൾക്കും പ്രതിവിധിയുണ്ട്, നീക്കുപോക്കുണ്ട് എന്ന്. ഇവിടെ നാം എപ്പോഴും അറിഞ്ഞിരിക്കേണ്ടതാണ് എന്ത്? മരണത്തിന് മാത്രം ഒഴുകഴിവില്ല, നീക്കുപോക്കില്ല. ഇവിടെ എപ്പോഴും ആ ഒരു യാഥാർത്ഥ്യം എല്ലാ മനുഷ്യൻ്റെയും പിന്നാലെ നിൽക്കുകയാണ്, മരണമെന്ന യാഥാർത്ഥ്യം. പ്രിയപ്പെട്ടവരെ, അത് എപ്പോഴാണെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. എന്നാൽ അതൊരു സത്യമായി, ഒരു യാഥാർത്ഥ്യമായി എല്ലാ മനുഷ്യൻ്റെയും പിന്തുടരുകയാണ് മരണമെന്ന യാഥാർത്ഥ്യം. അതുകൊണ്ടൊരു മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ എങ്ങനെയെല്ലാം ആയിരിക്കണം, എങ്ങനെയാണ് നടക്കേണ്ടതെന്ന് അപ്പോസ്തലനായ പൗലോസ് നമ്മെ ഓർപ്പിക്കുകയാണ്. ആകയാൽ നിങ്ങൾ കർത്താവായ ക്രിസ്തുയേശുവിനെ കൈക്കൊണ്ടതുപോലെ അവൻ്റെ കൂട്ടായ്മയിൽ നടപ്പീൻ. ദൈവമക്കളെ, യേശുക്രിസ്തുവിനോടുള്ള കൂട്ടായ്മയിൽ നാം നടക്കണമെന്നാണ് അവിടെ ഓർപ്പിക്കുന്നത്. നാം യേശുവിനെ കൈക്കൊണ്ട് യേശുക്രിസ്തുവുമായി നിരന്തരമായ ബന്ധത്തിൽ, അവനോടുള്ള കൂട്ടായ്മയിൽ നാം ആയിരിക്കണമെന്നാണ് നമ്മെ ഓർപ്പിക്കുന്നത്. കൂട്ടായ്മ അല്ലെങ്കിൽ സ്നേഹമെന്ന് പറയുമ്പോൾ കുറേയൊക്കെ മനുഷ്യന് മനസ്സിലാകും. എന്നാൽ തിരുവചനം പറയുന്നുണ്ട്, ദൈവത്തിന് 2-3 പേര് എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും അവരുടെ നടുവിൽ ഞാനുണ്ട് എന്ന്. 2-3 പേര് കൂടി വരുന്നത് മാത്രമല്ല കൂട്ടായ്മ. കൂടി വരുന്ന ദൈവമക്കളുടെ നടുവിൽ അദൃശ്യനായ ക്രിസ്തു ഇറങ്ങി വന്ന് മനുഷ്യനോടുകൂടെ നിൽക്കുന്നതാണ് കൂട്ടായ്മ. പ്രിയപ്പെട്ടവരെ, നാം ചിന്തിക്കണം, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ആ കൂട്ടായ്മയുടെ ബന്ധം, ആ കൂട്ടായ്മയുടെ സഹിത്വം അത് നാം അനുഭവിക്കുന്നുണ്ടോ? നാം എപ്പോഴും പ്രാർത്ഥനയോഗങ്ങളിലും പ്രിയപ്പെട്ടവരെ പ്രസംഗയോഗങ്ങളിലും ദൈവമക്കൾ കൂടി വരുമ്പോഴൊക്കെയും പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമാണതെന്ത്? 2-3 പേര് എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും അവരുടെ നടുവിൽ ഞാൻ ഉണ്ട് എന്ന്. പ്രിയപ്പെട്ടവരെ, നാം പലപ്പോഴും ഈ വാക്യമെല്ലാം കോട്ട് ചെയ്ത് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ നാം ആ സാന്നിധ്യം അനുഭവിക്കാറുണ്ടോ? കർത്താവ് നമ്മുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട് എന്ന്, തിരുസാന്നിധ്യം നമ്മോട് കൂടെയുണ്ട് എന്ന്, യേശുക്രിസ്തുവുമായിട്ടുള്ള ആ കൂട്ടായ്മയിലാണ് നാം ഇരിക്കുന്നതെന്ന് നാം എത്ര പേര് തിരിച്ചറിയുന്നുണ്ട്? പ്രിയപ്പെട്ട, ഇതെല്ലാം നമ്മുടെ ബുദ്ധിയുടെ പ്രമാണത്തിൽ ഒതുങ്ങി നിൽക്കുന്ന
കേവലം അറിവുകൾ മാത്രമായി തീർന്നു പോയിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ലക്ഷ്യബോധത്തോടെ നാം കൂടി വന്നിരിക്കുമ്പോൾ കർത്താവ് വാക്ക് പറഞ്ഞിട്ടുണ്ട്, ഞാൻ അവരുടെ മധ്യത്തിലുണ്ട് എന്ന്. പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ തന്നെയുള്ളതല്ല കൂട്ടായ്മ, പിന്നെയോ മനുഷ്യനും ദൈവവും ദൈവത്തിൻ്റെ ആത്മാവും കൂടി ചേർന്നതുള്ളതാണ് കൂട്ടായ്മ. അപ്പോസ്തലൻ പറയുന്നുണ്ട്, ഞങ്ങളുടെ കൂട്ടായ്മ എന്താണ്, ആരോടാണ് ഞങ്ങൾക്ക് കൂട്ടായ്മയുള്ളതെന്ന്. യോഹന്നാൻസിൽ എഴുതിയ ലേഖനം, 1-ാമത്തെ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം നമുക്ക് വായിച്ചേക്കാം. അവിടെ പറയുന്നുണ്ട്, ആരുമായിട്ടാണ് അപ്പോസ്തലന് കർത്താവിൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാർക്ക് അല്ലെങ്കിൽ ദൈവമക്കൾക്ക് കൂട്ടായ്മയുള്ളത് എന്ന് വായിക്കാം. ഞങ്ങൾ കണ്ടും കേട്ടുമുള്ളത് നിങ്ങൾക്ക്. പ്രിയപ്പെട്ട അപ്പോസ്തലൻ പറയുകയാണ്, ഞങ്ങൾ കണ്ടതും കേട്ടതുമുള്ളതാണ് നിങ്ങൾക്ക് എഴുതുന്നത്. വായിച്ചോ. നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന്, ഞങ്ങളുടെ വചനം കേൾക്കുന്നവർക്ക്, ഞങ്ങളുടെ ഉപദേശം സ്വീകരിക്കുന്നവർക്ക് ഞങ്ങളുമായി ഒരു കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന് ഞങ്ങൾ കണ്ടത് ആരെ, എന്ത് ഈ ലോകത്തിൽ എന്തെങ്കിലും കണ്ടതല്ല, ഞങ്ങൾ ക്രിസ്തുവിനെ കണ്ടത്, ക്രിസ്തുവിനോട് കേട്ടത്, ജീവന്റെ ആലോചനകൾ നിങ്ങൾക്ക് ക്രിസ്തുവിനോടും ഞങ്ങളോടും കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന്. വായിച്ചോ. നിങ്ങളോടും അറിയിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവമക്കളായ നമ്മോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അറിയിക്കുകയാണ് എന്ത്, നമുക്ക് അപ്പോസ്തലന്മാരോടും കർത്താവിനോടും കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന് അപ്പോസ്തലന്മാര് നേരിട്ട് കണ്ടതും കേട്ടതുമായ യേശുക്രിസ്തുവിൽ നിന്ന് ലഭിച്ചതായ ആ ജീവന്റെ വചനം നമുക്ക് തന്നിരിക്കുകയാണെന്ന്. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അവർക്ക് ധൈര്യത്തോടെ പറയാൻ കഴിഞ്ഞു എന്ത്, ഞങ്ങൾ കേട്ടതാണ്, ഞങ്ങൾ കണ്ടതാണ്, ഞങ്ങളുടെ കൈ തൊട്ടതാണ് എന്ന്. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അവരാ യഥാർത്ഥമായ അനുഭവങ്ങളിൽ നിന്നാണ് നമ്മെ പ്രബോധിപ്പിക്കുന്നത്. പുസ്തകം നമ്മൾ ഓർപ്പിക്കുകയാണ് എന്ത്, നമുക്ക് ക്രിസ്തുവിനോട് കൂട്ടായ്മ ഉണ്ടായിരിക്കണം, ക്രിസ്തുവുമായുള്ള ആ കൂട്ടായ്മയിൽ നടക്കണമെന്ന്. പുസ്തകം പറയുകയാണ്, പിതാവായ ദൈവത്തോടും അവൻ്റെ പുത്രനായ യേശുക്രിസ്തുവിനോടുമാകുന്നു കൂട്ടായ്മയുള്ളതെന്ന്. അപ്പോസ്തലന്മാരുടെ കാലത്ത് അവരനുഭവിച്ച ക്രിസ്തു, അവർ നേരിട്ട് കണ്ട ക്രിസ്തു. പ്രിയപ്പെട്ടവരെ, അവർ പറയുകയാണ്, ഞങ്ങളുടെ കൂട്ടായ്മ പിതാവായ ദൈവത്തോടും അവൻ്റെ പുത്രനായ യേശുക്രിസ്തുവിനോടുമാകുന്നു എന്ന് നമുക്ക് വായിക്കാം. പത്രോസ്ലീഹായുടെ 2-ാമത്തെ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യം നമുക്ക് വായിച്ചേ. പ്രിയപ്പെട്ടവരെ, എന്താണ് ഈ അപ്പോസ്തലൻ ഇങ്ങനെ എഴുതാൻ കാരണം? ഞങ്ങൾ കണ്ടതാണ്, ഞങ്ങൾ കേട്ടതാണ് എന്ന് പ്രിയപ്പെട്ടവരെ ക്രിസ്തുവിനെ നമ്മുടെ മുമ്പിൽ വരച്ചു കാണിച്ചു തരികയാണ്. വായിക്കാം. ഞങ്ങൾ അവനോട് കൂടെ വിശുദ്ധ പർവ്വതത്തിൽ ഇരിക്കുമ്പോൾ, അപ്പോസ്തലൻ പറയുകയാണ് എന്ത്, പത്രോസ് അപ്പോസ്തലൻ പറയുകയാണ്, ഞങ്ങൾ അവനോടുകൂടെ വിശുദ്ധ പർവ്വതത്തിൽ ഇരിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്നും ഈ ശബ്ദമുണ്ടായത് കേട്ടു. സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദമുണ്ടായത് കേട്ടു. പ്രവാചകവാക്യവും അധികം സ്ഥിരമായിട്ട് നമുക്കുണ്ട്. ദൈവത്തിന് സ്തോത്രം. പ്രവാചകവാക്യങ്ങളും അധികം ശ്രദ്ധയോടെ നമുക്ക് കണ്ട് നേരം വെളുക്കുകയും. ദൈവത്തിന് അപ്പോസ്തലൻ പറയുകയാണ്, ഞങ്ങൾ പർവ്വതത്തിൽ വെച്ച് അവന്റെ തേജസ് കണ്ടതാണ്. മാത്രമല്ല, സ്വർഗത്തിൽ നിറങ്ങി വന്ന മനുഷ്യൻ ഉച്ചരിക്കാത്ത ആ സ്വർഗീയമായ ശബ്ദം ഞങ്ങൾ കേട്ടതാണെന്ന്. ദൈവമക്കളെ, കഴിഞ്ഞ കാലങ്ങളിൽ അപ്പോസ്തലന്മാർ മനുഷ്യനെ പഠിപ്പിച്ചത്, അപ്പോസ്തലന്മാരിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് തന്നിരിക്കുന്ന മാറ്റമില്ലാത്ത വചനം എന്താണ്? അവർ കണ്ടതാണ്, അവർ കേട്ടതാണ്, അവർ ക്രിസ്തുവിനോടുകൂടെ ഇരുന്നതാണ്. എന്താണ് നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്? നമുക്ക് ക്രിസ്തുവുമായി ഒരു കൂട്ടായ്മയുണ്ടെങ്കിൽ മറ്റുള്ളവരെ നമുക്ക് ഉപദേശിക്കുവാനും മറ്റുള്ളവരെ പഠിപ്പിക്കുവാനും മറ്റുള്ളവരെ നേർവഴിയിലേക്ക് നടത്തുവാനും കഴിയുകയുള്ളൂ. നാം ക്രിസ്തുവിനോട് കൂടെയുള്ള, പരിശുദ്ധാത്മാവിനോട് കൂടെയുള്ള നിത്യനായ ദൈവവുമായുള്ള കൂട്ടായ്മയിൽ ദൈവമക്കൾ ഇരിക്കണം. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ഉൽപ്പത്തി പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട്, ദിവസവും വെയിലാറുമ്പോൾ ഏദനിൽ ആദാമിൻ്റെയും ഹവ്വായുടെ അരികിലേക്ക് നിത്യനായ ദൈവം ഇറങ്ങി വരാറുണ്ട്. ദൈവമക്കളെ, ആദാമും ഹവ്വായും ചേരുമ്പോൾ അവർ രണ്ട് വ്യക്തികളാണെന്നാൽ ആ സ്വർഗീയമായ കൂട്ടായ്മയാകുന്നത്, അവരെല്ലാം മറന്ന് ദൈവത്തോടുകൂടെ നടക്കുന്നത്, ദൈവത്തിൻ്റെ സഹിത്വത്തിൽ അവർ നടന്നത് എപ്പോഴാണ്? യഹോവയായ ദൈവം വെയിലാറുമ്പോൾ തോട്ടത്തിൽ ഇറങ്ങി വന്ന് തൻ്റെ മക്കളോടുകൂടെ നടന്നു എന്ന്. ദൈവമക്കളെ, നാം ആരും തികഞ്ഞത് കൊണ്ടല്ല, പിന്നെയോ നാം കൊതിക്കണം, നാം പ്രാർത്ഥിക്കണം, നാം ആഗ്രഹിക്കണം. കർത്താവേ, നിന്റെ തിരുസാന്നിധ്യം എപ്പോഴും അനുഭവിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണമേ എന്ന്. അവിടുത്തെ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് ചേർന്ന് നടക്കുന്നത്, അവിടുത്തെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ഹൃദയത്തിൽ വസിക്കുന്നത്, അവിടുത്തെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ക്ഷീണങ്ങളും വാട്ടങ്ങളും എല്ലാം മാറി ഞങ്ങൾക്ക് പുതുക്കത്തിൻ്റെ അനുഭവം തരുന്ന ആ അനുഭവത്തിലേക്ക് ഞങ്ങളെ നടത്തണമേ എന്ന്. ദൈവമക്കളെ, നാം ഇന്നായിരിക്കുന്ന അനുഭവത്തിൽ നിൽക്കരുത്, ഇതിലൊന്നും നാം തറ്റു നിൽക്കരുത്, ഇതിലൊന്നും നമ്മുടെ കണ്ണ് പതിഞ്ഞു പോകരുത്. ദൈവമക്കളെ, ഈ ലോകത്തിൽ ഒന്നിലും നമ്മുടെ ഹൃദയം പതിഞ്ഞു പോകരുത്. നമ്മുടെ ഹൃദയം എപ്പോഴും വാഞ്ചിക്കണം, കർത്താവേ,
നിന്റെ തിരുസാന്നിധ്യം എനിക്ക് തരണമേ എന്ന് ഊണിലും ഉറക്കത്തിലും പ്രിയപ്പെട്ടവരെ ലോകത്തിൻ്റെ പല കാര്യങ്ങളിൽ നാം വ്യാപൃതരായിരിക്കുമ്പോഴും നമ്മുടെ ഹൃദയദൃഷ്ടി ഉയർത്തുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ തിരുസാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ കഴിയണം. പരിശുദ്ധാത്മാവിൻ്റെ സ്വരം നമുക്ക് കേൾക്കാൻ കഴിയണം. ദൈവമക്കളെ, പിതാവായ ദൈവത്തോടും അവൻ്റെ പുത്രനായ യേശുക്രിസ്തുവിനോടും അത്രേ നമുക്ക് കൂട്ടായ്മയുള്ളത്. നാം വായിക്കുന്നുണ്ട് ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 40-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, ദൈവത്തിന് സ്തോത്രം, കർത്താവായ യേശുക്രിസ്തുവിനെ ഗർഭം ധരിക്കുവാൻ കന്യാമറിയാൻ തന്റെ ജീവിതം വിട്ടുകൊടുത്ത് ആ ഗർഭത്തെ പേറിക്കൊണ്ടിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ മലനാട്ടില് ദൈവത്തിന്റെ ആലോചന പ്രകാരം പരിശുദ്ധാത്മ നിയോഗത്താല് ഗർഭം ധരിച്ച എലിസബത്തിന്റെ അരികിലേക്ക് മറിയ കടന്നു എന്ന് അവിടെ നാം വായിക്കുന്നുണ്ട്. എലിസബത്ത് പറയുകയാണ്, മറിയയുടെ വന്ദനസ്വരം എലിസബത്തിന്റെ ചെവികളിൽ കേട്ടപ്പോൾ തന്നെ എലിസബത്തിന്റെ ഉള്ളത്തിൽ കിടന്ന പ്രജ ആനന്ദം കൊണ്ട് തുള്ളി എന്ന്. ദൈവമക്കളെ നാം മനസ്സിലാക്കണമെന്ത്, നിസാരിയായ എല്ലാവരാലും പരിത്യജിക്കപ്പെട്ട സമൂഹം അവജ്ഞയോടെ നോക്കുന്ന ആ കർത്താവിൻ്റെ അമ്മ എലിസബത്തിന്റെ അരികിലേക്ക് ചെന്നപ്പോൾ മറിയാമിന്റെ വന്ദനസ്വരം കേട്ടപ്പോൾ പ്രിയപ്പെട്ട എലിസബത്തിന്റെ ഉള്ളിൽ കിടന്ന വെള്ള ആനന്ദം കൊണ്ട് തുള്ളിയെന്ന്. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് കർത്താവിന്റെ മക്കളെ കാണുമ്പോൾ നമ്മുടെ ഹൃദയത്തിലൊരു തുടിപ്പുണ്ടോ? ദൈവാത്മാവുള്ള മക്കളെ കാണുമ്പോൾ നമ്മുടെ ഹൃദയം സ്നേഹം കൊണ്ട് നിറയുന്നുണ്ടോ? സഹോദരാ, നീ അത് അനുഭവിച്ചിട്ടുണ്ടോ? ദൈവമക്കളെ കാണുമ്പോൾ നാം തൊഴുകുന്നുണ്ട്, അവരെ ബഹുമാനത്തോടെ വല്ലതും കാണുന്നാൽ സഹോദരാ, ഞാൻ ചോദിക്കട്ടെ, അവരുടെ അരികിലേക്ക് ചെല്ലുമ്പോൾ, ആത്മാവുള്ള ദൈവമക്കളുടെ അരികിൽ ചെല്ലുമ്പോൾ, കൂട്ടായ്മയിലെ സഹോദരന്മാരുടെ അരികിൽ ചെല്ലുമ്പോൾ നമ്മുടെ ഹൃദയത്തിലൊരു ചലനമുണ്ടോ? നമ്മുടെ ഹൃദയം കത്തുന്നുണ്ടോ? ആത്മാവിൻ്റെ ഒരു തലോടലും നമുക്കുണ്ടോ? പ്രിയപ്പെട്ടവർ, ഇന്ന് ഈ കൂട്ടായ്മ എന്ന് പറയുന്ന നമ്മുടെ ഹൃദയത്തിൽ കൂട്ടായ്മയുടെ അനുഭവം ഉണ്ടോ നാം ചിന്തിച്ചു നോക്കണം. ദൈവമക്കളെ, ഇതെല്ലാം പുറമേ പറയുന്നതിൽ മാത്രം ഒതുങ്ങി നിൽക്കരുത്. വ്യക്തി ജീവിതത്തിൽ നമുക്ക് യേശുക്രിസ്തുവിനെ അനുഭവിക്കാൻ കഴിയണം, പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പ് അനുഭവിക്കാൻ കഴിയണം, ദൈവ സന്തോഷം നമുക്ക് അനുഭവിക്കാൻ കഴിയണം. പ്രിയപ്പെട്ടവരെ, എങ്കിലേ നമുക്ക് ആത്മീയ ജീവിതത്തിൽ മുന്നേറാൻ കഴിയുകയുള്ളൂ. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഞാൻ ചിലപ്പോഴൊക്കെ ഇരുന്ന് ധ്യാനിക്കാറുണ്ട്, മറിയാം ആ ലോകത്തിൽ നേറ്റ അവഗണനകളിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറി എലിസബത്തിനോട് കൂടെ ഇരുന്നു. ഏകദേശം 3 മാസം എലിസബത്തിനോട് കൂടെ പാർത്തു എന്നാണ് അവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. ദൈവമക്കളെ, ഞാൻ ചിന്തിക്കാറുണ്ട്, അവൾക്ക് ഇതിനെല്ലാം അഭിമുഖീകരിക്കുവാനുള്ള ഈ പ്രതിസന്ധികളെയും പ്രതികൂലങ്ങളെയും പരിഹാസങ്ങളെയും എല്ലാം അതിജീവിക്കുവാനുള്ള ആത്മാവിൻ്റെ ബലം ലഭിച്ചു കാണുമെന്ന്. ഏത്? ദൈവമക്കളോട് കൂടെ കൂട്ടായ്മ ആചരിച്ചപ്പോൾ. ദൈവമക്കളെ, നാം മനസ്സിലാക്കണം, എന്താണ് കൂട്ടായ്മ. കൂട്ടായ്മയിൽ വന്നിരിക്കുമ്പോൾ നമ്മുടെ അവസ്ഥ മാറും. ദൈവമക്കളെ, നമ്മുടെ ഹൃദയം കത്തുപിടിക്കും, നമ്മുടെ ഉള്ളം സ്തുതിയുള്ളതായി മാറും. എൻ്റെ ദൈവത്തിന് സ്തോത്രം. സഹോദര, ഇന്നൊന്ന് ചിന്തിച്ചു നോക്കി, നാവിൽ സ്തുതിയുണ്ടോ എന്ന്, ഹൃദയത്തിൽ ആരാധനയുണ്ടോ എന്ന്, ദൈവത്തോട് സ്നേഹമുണ്ടോ എന്ന്, ദൈവമേ എന്നുള്ള ചിന്തയുണ്ടോ എന്ന്. ദൈവമക്കളെ, കൂട്ടായ്മയിൽ വന്നിരിക്കുമ്പോൾ നമ്മുടെ ആത്മീയ ക്ഷീണങ്ങൾ മാറും, നമ്മുടെ ആത്മീയ വാട്ടങ്ങൾ മാറും. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഉന്മേഷം ലഭിക്കും, പുതിയ ഉണർവ് ലഭിക്കും. എങ്കിലേ അത് കൂട്ടായ്മ എന്ന് പറയാൻ കഴിയുള്ളൂ. പ്രിയപ്പെട്ടവരെ, നാം എന്തെങ്കിലുമൊക്കെ കേട്ടത് കൊണ്ടായില്ല, ദൈവമക്കളെയൊക്കെ കണ്ടതുകൊണ്ടായില്ല. പിന്നെയോ കൂട്ടായ്മയിലിരിക്കുമ്പോൾ നമ്മുടെ ക്ഷീണം മാറണം, നമ്മുടെ വാട്ടം മാറണം, നമ്മുടെ പിന്മാറ്റം മാറണം, നമ്മുടെ ഹൃദയത്തിൽ തീ കത്തി കിട്ടുന്ന അനുഭവം നമുക്ക് ലഭിക്കണം. ഇസ്ഹാക്കിന് മണവാട്ടി എടുക്കുവാൻ എലയാസർ പ്രിയപ്പെട്ടവരെ അബ്രാഹാം വിട്ടുപോകുന്ന ദേശത്ത് ചെന്ന് റിബേക്കയെ കണ്ടുമുട്ടി അവളെ ഒരുക്കിക്കൊണ്ട് പോരുന്നുണ്ട്. ഞാൻ ചിലപ്പോഴൊക്കെ ധ്യാനിക്കാറുണ്ട്, ആ 600 നാഴിക ദൂരം മരുഭൂമിയിലൂടെയുള്ള യാത്ര, ഒട്ടകപ്പുറത്തെ ആ ക്ലേശകരമായ യാത്ര. ദൈവമക്കളെ, എത്രമാത്രം ക്ഷീണമുണ്ടായി കാണും. പ്രിയപ്പെട്ടവരെ, ആ ക്ഷീണത്തിലെല്ലാം എലയാസർ റിബേക്കയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, എന്ത്? നിന്നെ കാത്തിരിക്കുന്ന ഒരരുമ മണവാളനുണ്ട് എന്ന്. അവൻ എൻ്റെ യജമാനനായ അബ്രഹാമിൻ്റെ അനുസരണമുള്ള ദൈവഭയമുള്ള ഒരു ദൈവവൈതലാണ്. ദൈവമക്കളെ, ഇന്ന് മനസ്സിലാക്കണം, ഇസ്ഹാക്ക് യേശുക്രിസ്തുവിൻ്റെ പ്രതീകമാണ്, അബ്രഹാം പിതാവ് ദൈവത്തിൻ്റെ പ്രതീകമാണ്. ദൈവമക്കളെ, അവൾക്ക് ക്ഷീണം വരുമ്പോഴെല്ലാം എലിയാസർ പറഞ്ഞു കാണും, ഒരു അരുമ മണവാളൻ നിന്നെ കാത്തിരിക്കുകയാണെന്ന്, നിന്നെ ഒരുക്കി ഞാൻ അവൻ്റെ അരികിലേക്ക് കൊണ്ടുപോവുകയാണെന്ന്. ദൈവമക്കളെ, എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ ആ സ്നേഹത്തിൻ്റെ അഗ്നി കത്തണം. എന്ത്? അരുമ മണവാളനായ യേശുക്രിസ്തുവിന് വേണ്ടി ഞാൻ നോക്കി പാർത്തിരിക്കുകയാണെന്ന്, അവിടെ നിന്നെ കാത്തിരിക്കുകയാണെന്ന്. ഓ എലയാസർ മണവാട്ടിയെയും കൂട്ടി വരുന്ന ആ വരവ് കാത്ത് പ്രിയപ്പെട്ടവരെ പ്രതീക്ഷയോടെ യേശുക്രിസ്തു കാത്തിരിക്കുകയാണ്. ദൈവത്തിൽ ഞാൻ എളിമയോടെ ചോദിക്കട്ടെ,
നിന്റെ ഹൃദയത്തിൽ ആ പ്രതീക്ഷയുണ്ടോ? നിന്റെ ഹൃദയം ഇതിനു വേണ്ടി ഒരുങ്ങിയിട്ടുണ്ടോ? നീ അരുമമണവാളനായ യേശുക്രിസ്തുവിനെ എതിരേൽക്കുവാൻ, അവൻ്റെ കാന്തിയായി തീരുവാൻ തന്നെത്താൻ സമർപ്പിച്ചിട്ടുണ്ടോ? തന്നെത്താൻ ഒരുക്കുന്നുണ്ടോ? ദൈവമക്കളെ നാം ചിന്തിക്കണം. യേശുക്രിസ്തുവിൻ്റെ വരവില് ദൈവമക്കളെ ഒരുക്കപ്പെട്ടവരായി ആ വിളി കേട്ട് പറന്നുയരാൻ നിങ്ങൾക്ക് ഭാഗ്യം ലഭിക്കണം. റിബേക്കയ്ക്ക് എത്രമാത്രം ക്ഷീണം വന്ന് കാണും. ദൈവമക്കളെ ക്ഷീണം വരുമ്പോഴെല്ലാം എലയാസറാകുന്ന പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുകയാണ് അവളെ. എന്ത്? അബ്രഹാമിൻ്റെ വീടിനെ കുറിച്ച്, അരുമമണവാളനായ ഇസാക്കിനെ കുറിച്ച്. ദൈവമക്കളെ നമ്മുടെ ക്ഷീണം മാറുന്നത് കൂട്ടായ്മയിൽ വന്നിരുന്ന് അരുമമണവാളനായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പരിശുദ്ധാത്മാവിൻ്റെ വർണ്ണന കേൾക്കുമ്പോൾ നമ്മുടെ ക്ഷീണം മാറണം, നമ്മുടെ ഹൃദയം കത്തുപിടിക്കണം. ദൈവമക്കളെ നാം പ്രാർത്ഥിക്കണം. കർത്താവേ, എൻ്റെ ഹൃദയത്തിൽ സ്വർഗത്തിലെ അഗ്നി കത്തിച്ചു തരണമേ എന്ന്, എൻ്റെ ഉള്ളത്തിൽ ആത്മാവിൻ്റെ തീ പകർന്നു തരണമേ എന്ന്. കർത്താവേ, നിന്നോടുള്ള സഹിത്വത്തിൽ നടപ്പാൻ, നിന്നോടുള്ള കൂട്ടായ്മയിൽ നടപ്പാൻ എന്നെ ഒരുക്കണമേ എന്ന്. ദൈവമക്കളെ, ഈ ലോകത്തിൽ നാം ദൈവമക്കളെന്ന പദവി നമുക്ക് തന്നിട്ടുണ്ട്, ആ പേര് നമുക്കുണ്ടെന്നാൽ നാം കർത്താവിനോട് കൂടെയാണോ? കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നുണ്ടോ? കർത്താവ് നമ്മോട് ഇടപെടുന്നുണ്ടോ? ദൈവമക്കളെ, നമ്മെ സത്യത്തിൻ്റെ പാതയിൽ നടത്തുവാൻ അവിടുത്തെ പരിശുദ്ധാത്മാവ് നമ്മെ നടത്തുന്ന അനുഭവമുണ്ടോ? നാം പ്രാർത്ഥിക്കണം. ദൈവമക്കളെ, കർത്താവേ, നിന്നോടുള്ള കൂട്ടായ്മയിൽ എന്നെ ആക്കണമേ എന്ന്, നിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നുവെന്ന്, നോക്കി പാർത്തിരിക്കുന്നുവെന്ന് വിശ്വാസ പ്രമാണത്തിൽ ഞങ്ങളുടെ പിതാക്കന്മാർ പ്രാർത്ഥിച്ചതുപോലെ കർത്താവേ, ഞങ്ങൾക്ക് നോക്കി പാർത്തിരിക്കാൻ, കാത്തിരിപ്പാൻ, ഒരുങ്ങിയിരിക്കാൻ, കള്ളൻ എപ്പോൾ വരുന്നു എന്നറിയാത്തത് കൊണ്ട് വീട്ടുടവൻ ഉണർന്നിരിക്കുന്നത് പോലെ കർത്താവേ, ഒരുക്കമുള്ളവരായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന്. ദൈവമക്കളെ, ക്ഷീണങ്ങളെല്ലാം മാറണം കൂട്ടായ്മയിൽ വരുമ്പോൾ. നിങ്ങൾ തിരോട്ട് തിരിഞ്ഞു നോക്കണം. സഹോദര, ഒരു മാറ്റവും നിനക്കുന്ന കൂട്ടായ്മയിൽ വന്നിരുന്നാൽ വരുന്നില്ലെങ്കിൽ ആത്മാവ് നിന്നെ തൊടുന്നില്ല, കർത്താവ് നിൻ്റെ അരികിലേക്ക് പോലും വരുന്നില്ല. ദൈവമക്കളെ, കൂട്ടായ്മയുടെ കുഴപ്പമല്ല, പ്രസംഗിക്കുന്ന ദൈവമക്കളുടെ കുറ്റമല്ല. ഞാനും നിങ്ങൾ ഒരുക്കമുള്ളവരാണോ? ദൈവമക്കളെ, കൂട്ടായ്മയിലേക്ക് വരുമ്പോൾ എൻ്റെയും നിങ്ങളുടെ ഹൃദയം ഒരുങ്ങിയിട്ടുണ്ടോ? എൻ്റെയും നിങ്ങളുടെ ഹൃദയത്തിൽ തീയുടെ അനുഭവമുണ്ടോ? എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അനേക ചെറുതിരികൾ ഒരുമിച്ചിരിക്കുമ്പോൾ വലിയൊരു അഗ്നിയായി അവിടെ വ്യാപരിക്കണം. അപ്പോഴാണ് കൂട്ടായ്മയുടെ അനുഭവം. ദൈവമക്കളെ, പിന്മാറ്റക്കാരും മടങ്ങി വരും, പാപത്തിൽ വീണുപോയവർ പിന്നെയും യഥാസ്ഥാനപ്പെടും. ദൈവമക്കളെ, നാം പ്രാർത്ഥിക്കണം. കർത്താവേ, എൻ്റെ ഉള്ളിൽ ആ തീ പകരണമേ എന്ന്. ദൈവമക്കളെ, കൂട്ടായ്മയിലല്ല, മറ്റാരുടെ ഉള്ളിലല്ല. കർത്താവേ, ഈ നിസ്സാരനായ എൻ്റെ ഉള്ളിൽ സ്വർഗത്തിലെ തീ പകർന്നു തരണമേ എന്ന്, എന്നെ രൂപാന്തരപ്പെടുത്തണമേ എന്ന്, എന്നെ മാറ്റിമറിക്കണമേ എന്ന്. കർത്താവേ, എൻ്റെ ആളത്വം മാറണമെന്ന്, എൻ്റെ കാഴ്ചപ്പാടുകൾ മാറണം, എൻ്റെ പ്രകൃതം മാറണം, മറ്റുള്ളവരോടുള്ള എൻ്റെ സമീപനം മാറണം. ദൈവമക്കളെ, എല്ലാം മാറണം. അടിപൊളി നാം മാറണം. ഇന്നത്തെ രൂപാന്തരം കൊണ്ടോ ഇന്നത്തെ ആത്മീയ ജീവിതം കൊണ്ടോ ഒന്നും നാം തൃപ്തിപ്പെടരുത്. നിരന്തരം പ്രാർത്ഥിക്കും. കർത്താവേ, എന്നെ അടിമുടി മാറ്റണമേ എന്ന്. നമുക്ക് വായിക്കാം. യോഹന്നാന്റെ പുസ്തകം എഴുതിയ 1-ാമത്തെ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 5-6 വാക്യങ്ങൾ വായിക്കാം. ദൈവം വെളിച്ചമാകുന്നു, അവനിൽ ഇരുട്ട് ഒട്ടുമില്ല എന്നുള്ളത് ഞങ്ങൾ അവനോട് കേട്ട് നിങ്ങളോട് അറിയിക്കുന്ന ദൂതാകുന്നു. അവനിൽ ഇരുട്ട് ഒട്ടുമില്ല എന്ന് ഞങ്ങൾ അവനോട് കേട്ടറിയിക്കുന്ന ദൂതാകുന്നു. വായിച്ചോ. അവനോട് കൂട്ടായ്മയുണ്ട് എന്ന് പറയുകയും, പ്രിയപ്പെട്ടവരെ, അവനോട് കൂട്ടായ്മയുണ്ടെന്ന് പറയുകയും ഇരുട്ടിൽ നടക്കുകയും ചെയ്താൽ നാം ഭോഷ്ക് പറയുന്നു. ഞങ്ങൾക്ക് യേശുക്രിസ്തുവുമായിട്ട് കൂട്ടായ്മയുണ്ട്, യേശുക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിലാണ് നാം എന്ന് പറയുകയും നാം ഇരുട്ടിലാണ് നടക്കുന്നതെങ്കിൽ, നാം ഇരുട്ടിൻ്റെ നിഷ്ഫല പ്രവൃത്തികളെ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ അപ്പോസ്തലൻ നമ്മെ ഓർപ്പിക്കുകയാണ്, നാം ഭോഷ്ക് പറയുന്നവരാണെന്ന്, നാം കള്ളത്തരം പറയുന്നവരാണെന്ന്. എന്ത്? ഞാൻ ദൈവത്തോടു കൂടെയാണ്, വെളിച്ചത്തിലാണ് നടക്കുന്നതെന്ന് പറയുന്നാൽ നമ്മുടെ ഹൃദയം ഇരുട്ടിലായിരിക്കുന്ന, ഇരുണ്ടുപോയ, സ്തുതിയില്ലാത്ത, ഹൃദയത്തിൽ ആരാധനയില്ലാത്ത, ഒരു ചലനമില്ലാത്ത, ഒരു നിർജീവമായ ആത്മീയ ജീവിതത്തിൽ ഇരിക്കുകയും നാം കൂട്ടായ്മയെക്കുറിച്ചും ദൈവമക്കളെക്കുറിച്ചും കർത്താവിൻ്റെ നടത്തിപ്പിനെക്കുറിച്ചും എല്ലാം പറയുന്നെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഓർപ്പിക്കുകയാണ്, അതെല്ലാം ഭോഷ്കാണ്, അത് വ്യാജമാണ്, അത് ആർക്കും പ്രയോജനമില്ല, പറയുന്നവന് ദോഷവുമാണെന്ന്. പ്രിയപ്പെട്ടവരെ, നാം ചിന്തിക്കണം. നാം ഇരുട്ടിലാണോ എങ്കിൽ നാം ഭോഷ്ക് പറയുന്നവരാണെന്ന്. നാം വെളിച്ചത്തിലാണോ നാം ചിന്തിച്ച് നോക്കണം. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. നമുക്ക് വായിക്കാം. റോമർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 4-5 വാക്യങ്ങൾ വായിക്കാം. അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ, അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട്
പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ യേശുക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാല് ഉയർത്തെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് ഓരോ തന്നെ വിശ്വാസികളും യേശുക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റതുപോലെ നാം ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതാകുന്നു എന്ന് ദൈവത്തിന് സ്തോത്രം. യേശുക്രിസ്തു ക്രൂശിൽ മരിച്ച് അവൻ ഉയർത്തെഴുന്നേറ്റ് പ്രിയപ്പെട്ടവരെ സ്വർഗാരോഹണം ചെയ്യാൻ തക്കവണ്ണം അവൻ ഒരുങ്ങി നിന്നതുപോലെ നമ്മുടെ പഴയ മനുഷ്യൻ മരിച്ച ഒരനുഭവം, പഴയത് മരിച്ചു എന്ന് പറയാൻ കഴിയുന്ന ഒരനുഭവം. ദൈവത്തിന് സ്തോത്രം. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 9 മുതൽ വായിക്കുമ്പോൾ അവിടെ കാണുന്നുണ്ട്, അവിടെ എന്താണ് യഥാർത്ഥമായ ഒരു മരണം അല്ലെങ്കിൽ ഒരു പുതുക്കം പ്രാപിക്കുന്ന അനുഭവം എന്ന് വായിക്കാം. അന്യോന്യം ഭോഷ്ക് പറയരുത്, അന്യോന്യം ഭോഷ്ക് പറയരുത്. നിങ്ങൾ പഴയ മനുഷ്യനെ അവന്റെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞു കളഞ്ഞ്. അപ്പോസ്തലൻ പറയുകയാണ്, അന്യോന്യം ഭോഷ്ക് പറയരുത്. നിങ്ങൾ പഴയ മനുഷ്യനെ, നമ്മുടെ പഴയ മനുഷ്യനെ അവന്റെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞു കളഞ്ഞ് തന്നെ സൃഷ്ടിച്ചവന്റെ പ്രതിമപ്രകാരം, തന്നെ സൃഷ്ടിച്ചവന്റെ, നമ്മെ സൃഷ്ടിച്ച ദൈവത്തിന്റെ പ്രതിമപ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ. പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ. ദൈവമക്കളെ, നിങ്ങൾ ചിന്തിച്ചു നോക്കി, അങ്ങനെയൊരു മരണം, പഴയ മനുഷ്യന്റെ മരണം, പ്രിയപ്പെട്ടവരെ, ഒരു പുതുമനുഷ്യനെ ധരിപ്പിച്ച ഒരു അനുഭവം നമുക്കുണ്ടോ എന്ന് ദൈവീക പരിജ്ഞാനത്തിൽ നടക്കുന്ന ഈ അനുഭവം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ട, എന്തെല്ലാമാണ് ഉരിഞ്ഞു കളയേണ്ടതെന്ന് അതിന്റെ മുകളിലെ വാക്യത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. വായിക്കാം. അവയിൽ ജീവിച്ചിരുന്ന കാലം നിങ്ങളും മുമ്പേ അവയിൽ നടന്നു പോന്നു. ഇപ്പോഴോ നിങ്ങളും കോപം, ക്രോധം, ഈർഷ്യ, വായിൽ നിന്ന് വരുന്ന ദൂഷണം. പ്രിയപ്പെട്ടവരെ, എന്തെല്ലാമാണ് ഉരിഞ്ഞു കളയേണ്ടതെന്ന് അവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. അവയിൽ ജീവിച്ചിരുന്ന കാലം ഏത്? പാപത്തിൽ ജീവിച്ചിരുന്ന കാലം നിങ്ങളും മുമ്പേ അവയിൽ നടന്നു പോന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ പാപത്തിലെല്ലാം ജീവിച്ചവരാണ്, അതിലെല്ലാം നടന്നു പോന്നവരാണ്. കോപം, ക്രോധം, ഈർഷ്യ, വായിൽ നിന്ന് വരുന്ന ദൂഷണം, ദുർഭാഷണം, ഇവയൊക്കെയും വിട്ടുകളയും. ദൈവമക്കളെ, ഈ ഉരിഞ്ഞു കളയുക എന്ന് പരിശുദ്ധാത്മാവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് ഈ പഴയ മനുഷ്യന്റെ പ്രവൃത്തികള്, ഇഷ്ടക്കുറവ്, ഈർഷ്യ, മുഷിച്ചല്, കോപം, മറ്റുള്ളവരെ വിധിക്കുന്നത്, ദുർഭാഷണം, ഇതെല്ലാമുള്ള ആ പഴയ മനുഷ്യനെ യേശുക്രിസ്തു കാൽവരി ക്രൂശില് പാപിക്ക് വേണ്ടി യാഗമായി തീർന്നതുപോലെ ദൈവമക്കളെ നാം വിശ്വസിക്കണമെന്ന്. യേശുക്രിസ്തു കുരിശിൽ മരിച്ചപ്പോൾ എൻ്റെ പാപവും അവൻ്റെ ശരീരത്തിലേറ്റ് എൻ്റെ പാപവുമായിട്ടാണ് യേശു കുരിശിൽ മരിച്ചതെന്ന്. ദൈവമക്കളെ, യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റതുപോലെ ഒരു പുതുമനുഷ്യൻ തമ്മിൽ ഉയർത്തെഴുന്നേൽക്കണം. പഴയ മനുഷ്യനെ അവൻ്റെ പ്രവർത്തികളോടുകൂടെ ഉരിഞ്ഞു കളയണം. ദൈവമക്കളെ, മരിച്ച മനുഷ്യനില്ല, അവനെയോ ജീവനുള്ള മനുഷ്യന്റെ ജീവിതത്തിൽ നടക്കേണ്ടതാണ് എന്ത്? പഴയ മനുഷ്യന്റെ പ്രവർത്തികളോടുകൂടെ അതെല്ലാം ഉരിഞ്ഞു കളയണം. ജീവനുള്ള ഒന്നിന്റെ തൊലി ഉരിയുക എന്ന് പറഞ്ഞാൽ എത്ര വേദനാജനകമായിരിക്കും ദൈവമക്കളെ. പഴയ മനുഷ്യന്റെ അവന്റെ പ്രവർത്തികളോടുകൂടെ ഉരിഞ്ഞു കളഞ്ഞ് ദൈവത്തിന്റെ പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നു. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കണം. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഇന്നും വാഴുന്നുണ്ടോ? ഇതെല്ലാം നമ്മെ അടക്കി ഭരിക്കുന്നുണ്ടോ? ഈ പാപങ്ങൾ, ഈ പാപ സ്വഭാവങ്ങൾ, ഇവിടെ പ്രവൃത്തിയിൽ ചിലപ്പോൾ പാപമൊന്നുമില്ലായിരിക്കാം. ഞാൻ ചിന്തിക്കുകയാണ്, കൂട്ടായ്മയിൽ വരുന്ന അനേകരുടെ പ്രകടമായ പാപങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. എന്നാൽ ദൈവമക്കളെ, നമ്മുടെ ഹൃദയം മാറിയോ? നമ്മുടെ ചിന്താഗതി മാറിയോ? നമ്മുടെ മനോഭാവം മാറിയോ? മറ്റുള്ളവരോടുള്ള ഇടപെടലുകളിൽ കർത്താവ് പ്രസാദിക്കുന്നുണ്ടോ? ദൈവമക്കളെ, പഴയ മനുഷ്യനെ അവൻ്റെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞു കളയണം. അതൊന്നും വരരുത്. ദൈവമക്കളെ, തികവിൻ്റെ പാതയിലാണ് കർത്താവ് നമ്മെ നിർത്തിയിരിക്കുന്നത്. ഒരു മനുഷ്യന് വിശുദ്ധനായി നിത്യതയിലെത്താനുള്ള വചനം നാളുകളായി, വർഷങ്ങളായി, പതിറ്റാണ്ടുകളായി നാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. യേശുക്രിസ്തുവിന്റെ രക്തം നമ്മുടെ സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു എന്ന്. ദൈവമക്കളെ, ഒരിക്കൽ കഴുകൽ പ്രാപിച്ച നാം പിന്നെയും പാപത്തിൽ ജീവിക്കരുത്, പാപത്തെ താലോലിക്കരുത്, പാപത്തെ സ്നേഹിക്കരുത്, പാപത്തിന്റെ അടിമകളായി ജീവിക്കരുത്. ദൈവമക്കളെ, നാം ആഗ്രഹിക്കാത്ത ചിന്തകളോ ആലോചനകളോ പറന്ന് നമ്മുടെ ബുദ്ധിയുടെ മണ്ഡലത്തിലേക്ക് വരുമ്പോൾ അപ്പോൾ തന്നെ നാം പ്രാർത്ഥിക്കണം, കർത്താവേ, നിന്റെ തിരുരക്തം കൊണ്ട് എന്നെ മറയ്ക്കണമേ എന്ന്. ഇതൊന്നും പുറത്തുനിന്ന് വന്നതല്ല കർത്താവേ, എൻ്റെ ഉള്ളിൽ ഇതൊക്കെ ഉണ്ടെന്ന് നാം തിരിച്ചറിയണം. ദൈവമക്കളെ, ഇഷ്ടക്കുറവ്, ഈർഷ്യ, മുഷിച്ചില്, ദുർഭാഷണം, പ്രിയപ്പെട്ട, ഇതെല്ലാം നമ്മുടെ ഹൃദയത്തിലുള്ളതാണെന്ന് നാം തിരിച്ചറിഞ്ഞ് അതെല്ലാം അറിയുമ്പോൾ നാം എളിമപ്പെടണം. ഒരിക്കലും നിരാശപ്പെടരുത് പ്രിയപ്പെട്ടവരെ. ഇതെല്ലാം എൻ്റെ ഹൃദയത്തിലുണ്ടല്ലോ എന്ന് തിരിച്ചറിയുമ്പോൾ, പൊട്ടിത്തെറിക്കുന്ന കോപം ഇന്ന് എൻ്റെ ഉള്ളിലുണ്ടെന്ന് അറിയുമ്പോൾ, ദൈവം ഇതിലെ നീ ഒരിക്കലും നിരാശപ്പെടരുത്.
നിനക്ക് ഒരു പാപത്തിൻ്റെ മേലും ജയമില്ല എന്ന് നിന്റെ ഹൃദയം പറയുമ്പോഴും നീ നിരാശപ്പെടരുത്. ദൈവമക്കളെ, ഒരിക്കലും ക്രിസ്തു വിശ്വാസി നിരാശപ്പെട്ടു പോകരുത്. അവൻ കുരിശിലേക്ക് നോക്കി പ്രാർത്ഥിക്കണം, കർത്താവേ, നീ കുരിശിൽ മരിച്ചത് എനിക്ക് വേണ്ടിയല്ലേ, എൻ്റെ ഈ പാപത്തിന് വേണ്ടിയല്ലേ, എൻ്റെ കഴിഞ്ഞ കാലമെല്ലാം നിനക്കറിയാമല്ലോ കർത്താവേ, എന്നെ രൂപാന്തരപ്പെടുത്തണമേ. ദൈവമക്കളെ, നമ്മുടെ എത്ര അധ്വാനം കൊണ്ടുമല്ല, കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിച്ചെങ്കിലേ നമുക്ക് രൂപാന്തരം വരികയുള്ളൂ. ദൈവത്തിൻ്റെ സ്തോത്രം. പഴയ മനുഷ്യനെ അവൻ്റെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞു കളഞ്ഞ് പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കും. നമ്മുടെ കണ്ണുകളിൽ നമുക്ക് കിടക്കാം. ദൈവമക്കളെ, ഇന്ന് ഒരു പുതുമനുഷ്യനായി മാറിയെന്ന് പറയാൻ നമുക്ക് ഹൃദയ പ്രാഗൽഭ്യമുണ്ടോ? ദൈവത്തിലെ ഇല്ലെങ്കിൽ നീ പ്രാർത്ഥിക്കണം, കർത്താവേ, മൺകൂടാരത്തിലിരിക്കുമ്പോൾ എന്നെ രൂപാന്തരപ്പെടുത്തണമേ എന്ന്. ദൈവമക്കളെ, പലരും ചിന്തിച്ചിരിക്കുന്നത് ഈ കുടുംബജീവിതവും ലോകത്തിൻ്റെ കാര്യങ്ങളിലൊക്കെ ഇടപെടുന്ന ആർക്കും വിശുദ്ധരാകാൻ കഴിയുകയില്ല എന്ന. അല്ല ദൈവത്തിലെ, നിനക്കൊരു വിശുദ്ധനാകാനുള്ള സകല കൃപയും കാൽവരി ക്രൂസിൽ കർത്താവ് ഒരുക്കി വെച്ചിട്ടുണ്ട്. നീ ഒരാവശ്യക്കാരനായാൽ, നീ ഒരു അത്യാവശ്യക്കാരനായാൽ, സഹോദരി മക്കളോടുകൂടെ, ഭർത്താവിനോടുകൂടെ, മാതാപിതാക്കളോടുകൂടെ, ഈ ലോകത്തിലെ പ്രാരാബ്ദങ്ങളോടെ എല്ലാം കൂടെ നിന്നെ വിശുദ്ധീകരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധാത്മാവാണ് നിന്നോട് സംസാരിക്കുന്നത്. ദൈവമക്കളെ, നമുക്ക് സമർപ്പിക്കാം. കർത്താവ്, ഈ നിസ്സാരമായ ആയുസ് ഒരിക്കൽ കൂടി അവിടുത്തെ മുറിഞ്ഞ കരങ്ങളിലേക്ക് വെക്കുകയാണ്. കർത്താവേ, നീ ഞങ്ങളുടെ കൂടെ ഇരിക്കുന്ന അനുഭവം, നീ ഞങ്ങളെ നടത്തുന്ന അനുഭവം, നിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ഉള്ളിൽ കത്തി ജ്വലിക്കുന്ന അനുഭവം എൻ്റെ കർത്താവ് എപ്പോഴും ഞങ്ങളുടെ ഉള്ളിൽ തന്ന് ഞങ്ങളെ അനുഗ്രഹിച്ച് ജീവൻ്റെ പുതുക്കത്തിൽ ഞങ്ങളെ നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല ദ്വടിയങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച യേശുവിൻ നാമത്തിൽ തന്നെ.